കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം ടെർമിനൽ 4 നിന്ന് വിദേശ വിമാന കമ്പനികൾ സർവീസ് ആരംഭിച്ചെങ്കിലും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് ഇനിയും പ്രഖ്യാപിക്കാത്തത് മലയാളികളടക്കമുള്ള ഇന്ത്യൻ പ്രവാസികൾക്ക് തിരിച്ചടിയാവുകയാണ്. ഈ കഴിഞ്ഞ ജൂൺ 1-നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് പുനരാരംഭിക്കും എന്ന നോട്ടിഫിക്കേഷൻ നൽകുകയും 1-2 ദിവസം സർവീസ് നടത്തുകയും ചെയ്തത്. പക്ഷേ ദൗർഭാഗ്യവശാൽ 2-ാം തീയതി എയർപോർട്ട് ആക്രമിക്കപ്പെടുന്നു. അതിൽ T1-ലുള്ള എല്ലാ സർവീസുകളും റദ്ദ് ചെയ്യപ്പെടുന്നു. ധാരാളക്കണക്കിന് ആളുകൾ ഈ ഒരു ജൂൺ മാസത്തിൽ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നവരായിട്ടുണ്ട്. അതുകൊണ്ട് എളിയ അഭ്യർത്ഥന എന്ന് പറയുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് എത്രയും പെട്ടെന്ന് ഈ T4-ൽ നിന്നുള്ള അവർ അനുവദിച്ചിരിക്കുന്ന ആ സർവീസ് പുനരാരംഭിക്കണം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ജൂൺ 1-ന് അന്താരാഷ്ട്ര വിമാനത്താവളം ടെർമിനൽ 1-ൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ പുനരാരംഭിച്ചിരുന്നു. ഇതോടെ നിരവധി കുടുംബങ്ങളാണ് ഈ മാസം നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. എന്നാൽ ജൂൺ 3-ന് വിമാനത്താവളത്തിനു നേരെ ആക്രമണം ഉണ്ടായതോടെ ടെർമിനൽ 1 വീണ്ടും അടച്ചു. ടിക്കറ്റ് എടുത്ത യാത്രക്കാർ പ്രതിസന്ധിയിലായി. ഈ മാസം 15 മുതൽ ടെർമിനൽ 4-ൽ നിന്ന് വിദേശ വിമാനങ്ങൾ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇതോടെ എയർ ഇന്ത്യ എക്സ്പ്രസും ഉടൻ സർവീസ് ആരംഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ സർവീസ് ആരംഭിക്കുന്ന തീയതി എയർ ഇന്ത്യ എക്സ്പ്രസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഈ ദിവസങ്ങളിൽ ടിക്കറ്റ് എടുത്തവർക്ക് എന്ന് യാത്ര ചെയ്യാനാകുമെന്നതിലും ഒരു ഉറപ്പുമില്ല. 1-ാം തീയതി മുതൽ വെബ്സൈറ്റിൽ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ 1-ാം തീയതി മുതൽ മിക്ക ദിവസങ്ങളിലും വിമാനം ഫുള്ളാണ്. അതിനാൽ ഏറ്റവും അടുത്ത ദിവസങ്ങളിലേക്ക് ബുക്ക് ചെയ്യാനും കഴിയുന്നില്ല. യാത്ര മുടങ്ങിയവർക്ക് ടിക്കറ്റ് തുക തിരികെ ലഭിക്കുമെങ്കിലും തിരക്കേറിയ ഈ സമയത്ത് മറ്റു വിമാനങ്ങളിൽ ടിക്കറ്റ് കിട്ടാൻ വൻ തുക വേണം. യാത്രക്കാർക്ക് ഡെസ്റ്റിനേഷൻ മാറ്റാനുള്ള സൗകര്യവും അധികൃതർ പരിഗണിച്ചിട്ടില്ല. വെക്കേഷൻ ആയതിനാൽ നിരവധി കുടുംബങ്ങളാണ് നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് വൈകുന്നത് ഇവർക്ക് വലിയ തിരിച്ചടിയാണ്. കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലേക്ക് മറ്റു വിമാനങ്ങളില്ല എന്നതിനാൽ മലബാർ യാത്രക്കാരുടെ ദുരിതം ഇരട്ടിയാണ്. അതേസമയം ടെർമിനൽ 4-ൽ നിന്ന് വിവിധ രാജ്യങ്ങളിലെ വിമാന കമ്പനികൾ സുഗമമായി സർവീസ് നടത്തുന്നുണ്ട്.